അയോധ്യ ശ്രീരാമ ജന്മഭൂമിയുടെ ഈ ഒരു പുനരുജ്ജീവനത്തിലൂടെ അത് അവിടെ ഒരു ക്ഷേത്ര നിർമ്മാണം നടന്ന് പൂർത്തിയായി പ്രതിഷ്ഠ നടക്കുന്ന ഈ സന്ദർഭത്തിൽ അതൊരു ജനസമൂഹത്തിനൊന്നാകെ ഇതുപോലെ നമ്മുടെ മഹത്തായ പൈതൃകത്തെക്കുറിച്ച് തിരിച്ചറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തയ്യാറാവും. ഇങ്ങനെ ഒട്ടേറെ സ്ഥലങ്ങൾ നമ്മുടെ ഈ ഭാരതത്തിലുണ്ട്. നമ്മുടെ ഇതിഹാസ കാലഘട്ടത്തിൽ നടന്ന ഏറ്റവും വലിയ ശ്രദ്ധേയമായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ആ സ്ഥലങ്ങളെല്ലാം അതിന് ഒരു പുനരുജ്ജീവനം ഉണ്ടാകണം, അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കണം. ഇപ്പം ചിത്രകൂടത്തിൽ അന്ന് നമ്മുടെ നാനാജി ദേശ്മുഖ് അദ്ദേഹം രാമായണ കഥകൾ ആ ചിത്രകൂടത്തിൽ വലിയൊരു പ്രദർശനം സംഘടിപ്പിച്ചുകൊണ്ട് അത് മുഴുവൻ വരുന്നവർക്കെല്ലാം ബോധ്യപ്പെടുന്ന രീതിയിൽ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചു. ഇതുപോലെ ഓരോ ഇടങ്ങളും ചിത്രകൂടത്തിൻ്റെ വാസ്തവത്തിൽ ഒരു വലിയ ഒരു വികസന പരിപാടികളിലൂടെ അദ്ദേഹത്തിനത് അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ രീതിയിലുള്ള ശ്രമം നമ്മുടെ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കണം. എന്തായിരുന്നാലും ഭാരതത്തിൻ്റെ ഉടനീളം ശ്രീരാമചന്ദ്രൻ യാത്ര ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു വസ്തുതയാണ്. ഏറ്റവും അവസാനം അദ്ദേഹം രാമേശ്വരത്ത് വന്നു, അവിടെ നിന്ന് ലങ്കയിലേക്ക് പോയി, തിരിച്ച് മടക്കയാത്ര അയോധ്യയിലേക്കാണ്. അപ്പോൾ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൂടി യാത്ര ചെയ്ത് അദ്ദേഹം വടക്കേ ഇന്ത്യയിൽ നിന്ന് തെക്കേ ഇന്ത്യയിൽ വന്ന് വനവാസ കാലഘട്ടത്തിൽ നിരവധി സ്ഥലങ്ങളിൽ ജനങ്ങളുമായി സംവദിച്ചിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതൊരു വാസ്തവത്തിൽ ഒരു ഇതിഹാസ കാലഘട്ടത്തിൽ നടന്നൊരു സംഭവമാണ്. അത് ഭാരതത്തെ മുഴുവൻ തന്നെ കൂട്ടിയിണക്കുന്ന, അല്ലെങ്കിൽ ഭാരതത്തിലെ ഒരു ദേശീയ ഉദ്ഗ്രഥനത്തിൻ്റെ ഒരു മഹത്തായ സന്ദേശമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കേരളവും ഭാരതത്തിൻ്റെ ഭാഗമായി തന്നെ നിലനിന്നുകൊണ്ട് ഭാരതീയ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഭാഗമായി നിലനിന്നിരുന്നു എന്നുള്ളതാണ് ഈ കേരളവും രാമായണവും തമ്മിലുള്ള ബന്ധത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. അതെല്ലാം പഠന വിധേയമാക്കേണ്ട കാര്യമാണ്, ശരിയാണ്. പക്ഷേ ആ നിലയ്ക്കുള്ള ഒരു ശ്രമം ഉണ്ടാകേണ്ട സന്ദർഭം, ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വാസ്തവത്തിൽ കേരളത്തിൽ ആവശ്യമാണ്. ഒരു രാമായണ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിലൂടെ രാമൻ കേരളത്തിലൂടെ പോയ വഴികൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതിനൊരു പൂർത്തീകരണം ഉണ്ടാകണം. പലരും പറയുന്നത് ഇവിടെ നിന്നും അദ്ദേഹം രാമേശ്വരത്തേക്ക് പോയി എന്ന് പറയും. ശരി, ആയിക്കൊള്ളട്ടെ, അല്ലാതിരിക്കട്ടെ. പക്ഷേ എന്തായിരുന്നാലും രാമനും കേരളവും തമ്മിലുള്ള ബന്ധം അത് പഠനവിധേയമാക്കേണ്ടതാണ്. ഇവിടെ കാണുന്ന നമുക്കൊക്കെ കണ്ണിന് കാണാൻ കഴിയുന്നതായിട്ടുള്ള തെളിവുകൾ ധാരാളമുണ്ട്. ഈ സാഹചര്യ തെളിവുകളെ മുഴുവൻ നമ്മൾ കൂട്ടിയിണക്കിക്കൊണ്ട് അതിനൊരു വാസ്തവത്തിൽ ഒരു അന്തിമ തീരുമാനം ഈ സംബന്ധിച്ചെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ശ്രീ കുമ്മനം രാജശേഖരൻ, താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് നമുക്കറിയാം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഈ കൊളോണിയൽ കാലത്തെ പൂർണ്ണമായും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അടയാളങ്ങളൊക്കെയും പൂർണ്ണമായും ഒഴിവാക്കി ഭാരതം അതിൻ്റെ സ്വത്വത്തെ വീണ്ടെടുക്കുന്ന ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നമുക്കറിയാം നരേന്ദ്രമോദി സർക്കാർ ആ ഒരു പാതയിലാണ് ഇപ്പോൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാൽ കൂടിയും ഒരിക്കൽ കൂടി പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാം ഈ ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ കർസേവകരുടെ നിയന്ത്രണമായ വളരെ വലിയൊരു പരിശ്രമം അതൊക്കെ നമുക്ക് എടുത്തു പറയേണ്ടതാണ്. നമുക്കറിയാം കോത്താരി സഹോദരന്മാർ, അവരുടെയൊക്കെ ചരിത്രം, ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ നിരവധിയാണ്. ഒരുപക്ഷെ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഭാരതത്തിൻ്റെ സ്വത്വത്തെ വീണ്ടെടുക്കാനുള്ള ഇത്തരത്തിലുള്ള പോരാട്ടങ്ങളുടെ ചരിത്രം തന്നെയല്ലേ കൂടുതലും ഭാരതീയർ ശരിക്കും പറഞ്ഞാൽ പാഠപുസ്തകമാക്കേണ്ടത്. തീർച്ചയായിട്ടും അതെയല്ലോ. കാരണം ഈ വക കാര്യങ്ങളാണ് ഇപ്പോഴത്തെ തലമുറ പഠിക്കേണ്ടത്. കേരളത്തിൽ അങ്ങനൊരു ശ്രമം നടക്കുന്നില്ല. ഇവിടുത്തെ ചരിത്രകാരന്മാരോ ആരും തന്നെ ഈ തരത്തിൽ കേരളത്തിൻ്റെ സ്വത്വം, കേരളത്തിനുണ്ടൊരു സ്വത്വം, കേരളത്തിൻ്റെ പഴയകാല ചരിത്രം എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊരു പഠനമൊന്നും നടക്കുന്നില്ല. ചില ചരിത്രകാരന്മാർ എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെ വായിക്കുന്നു എന്നുള്ളതല്ലാതെ കുറച്ചുകൂടി ആഴത്തിലേക്ക് കടന്നിറങ്ങി എങ്ങനെയാണ് ഇവിടുത്തെ ഈ കലകളിലെ സ്വാധീനം എന്താണ്, ഇവിടുത്തെ സാഹിത്യ രചനകളിലൂടെ പഴയ കാലത്തെ ജീവിത സമ്പ്രദായങ്ങളും ജീവിത രീതികളും എങ്ങനെയാണ്, ഇതൊക്കെ ഒന്ന് പഠിക്കേണ്ടത് തന്നെയാണ്.
പലരും ഇന്ന് പാടുന്ന പാട്ടുകൾ രാമായണത്തിലെ പാട്ടുകളാണ്. ഇത് അത് ഇവിടുത്തെ നമ്മുടെ വനവാസി സഹോദരങ്ങൾ, ഇവിടുത്തെ പഴയകാലത്തെ കലകൾ. അപ്പോൾ ഇത് ഇന്നത്തെ തലമുറയ്ക്ക് ഇത് ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ അതേക്കുറിച്ചുള്ള ആധികാരികമായിട്ടുള്ള പഠനങ്ങൾ നടക്കണം. ആ പഠനങ്ങൾ നടത്താതെ തന്നെ നമുക്ക് ചില തീരുമാനങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കും. അതെല്ലാം നമ്മുടെ സാഹചര്യ തെളിവുകളാണ്. ഈ സാഹചര്യ തെളിവുകളെല്ലാം കൂട്ടിയിണക്കാൻ സാധിക്കണം. അങ്ങനെ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് അത് പകർന്നു കൊടുക്കണം. എന്തുകൊണ്ട് കേരളത്തിലെ ടൂറിസ്റ്റുകളെ നമുക്ക് ആകർഷിക്കാൻ സാധിക്കും? ഈ രാമായണ കഥയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സർക്യൂട്ട്, ഈ സ്ഥലങ്ങളുമായിട്ടെല്ലാം ബന്ധപ്പെട്ടുള്ള സർക്യൂട്ട് സാധിക്കും. ഒരു സർക്യൂട്ട് ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലങ്ങളിലെല്ലാം രാമായണ കഥയുമായി കേരളത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഒരു യാത്ര ചെയ്താൽ അത് വാസ്തവത്തിൽ എത്രയോ പ്രയോജനം ചെയ്യുന്നതാണ്. അങ്ങനെ ആ തരത്തിൽ ഇത് ഈ തലമുറയെ പരിചയപ്പെടുത്തി കൊടുക്കാൻ, അവർക്ക് ബോധ്യം വരത്തക്ക വിധത്തിൽ അതിനെ വിശദീകരിച്ചു കൊടുക്കാൻ നമ്മുടെ കേരളത്തിൽ സംവിധാനങ്ങളില്ല. ഇവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനോ അല്ലെങ്കിൽ കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിനോ ഒന്നും സാധിക്കുന്നില്ല. വേണ്ട, നമ്മുടെ ഈ അടുത്ത കാലത്തെ സാംസ്കാരിക കേന്ദ്രങ്ങൾ പോലും അടച്ചുപൂട്ടുകയാണ്. കുഞ്ചൻ നമ്പ്യാരുടെ പഠന കേന്ദ്രം എന്ന് പറഞ്ഞ് കേരള സർക്കാരിൻ്റെ സ്ഥാപനം അടച്ചുപൂട്ടി. എന്തിനു വേണ്ടി? ഇങ്ങോട്ടേക്ക് നമുക്കൊരു 3 വർഷം മുമ്പ് മരിച്ച സൂതകുമാരി ചേച്ചിയുടെ സ്വന്തം വീട് പോലും സർക്കാർ ഏറ്റെടുത്ത് പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പഴയ കാലങ്ങളിൽ എന്ത് നടന്നു, പഴയ കാലത്ത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ മുന്നിൽ നിന്നിരുന്നവർ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ, അവരെപ്പോലും നമുക്ക് ഓർമ്മിക്കാൻ കഴിയുന്നില്ല, അവരെപ്പോലും നമ്മൾ പരിചയപ്പെടുത്താൻ കഴിയുന്നില്ല. പിന്നെ ആണോ ഇതിഹാസ കാലഘട്ടത്തിൽ, ത്രേതായുഗത്തിൽ ഈ കേരളത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് പഠനം നടത്താൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് നീക്കം ഉണ്ടാകാനാണ്? സർക്കാർ, ഈ കേരളം 67 വർഷക്കാലം ഭരിച്ച സർക്കാർ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. ഈ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തി കേരളവും ഭാരതത്തിൻ്റെ ഭാഗമെന്നുള്ള നിലയ്ക്ക് ഉണ്ടായ സംഭാവനകൾ എന്തൊക്കെയാണ്, ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് കലയും സാഹിത്യവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം എടുത്ത് പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നതാണ്. ഇവിടുത്തെ പല ക്ഷേത്രങ്ങളും ആയിരക്കണക്കിന് വർഷത്തെ പഴക്കമുള്ള ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ടോ? അവിടുത്തെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്തൊക്കെയാണ്, ജനങ്ങളെങ്ങനെയാണ് കഴിഞ്ഞിരുന്നത്? ഇവിടെ ഒരുപക്ഷെ അയിത്തവും അനാചാരവും നിലനിൽക്കുന്ന ഒരു കാലത്തെക്കുറിച്ചായിരിക്കും പറയുക. ഇവിടെ അയിത്തവും അനാചാരമായിരുന്നു കേരളത്തിലുടനീളം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇവിടുത്തെ ആളുകൾ കേട്ട് കാണും. പ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് കേട്ട് കാണും. പക്ഷേ ഒരു വനവാസി അമ്മയായ ശബരിയെ അവിടെ പോയി കണ്ട് ആ അമ്മ ഇവിടുത്തെ ഫലമൂലാദികൾ എല്ലാം എടുത്ത് ഓരോ പഴവും കടിച്ചു നോക്കി പുളിയുണ്ടോ, കയ്പുണ്ടോ, മധുരമാണോ എന്നുള്ളത് നോക്കി ആ കടിച്ച്, അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ് എച്ചിലായ സാധനം, അത് സന്തോഷത്തോടുകൂടി അത് വാങ്ങി കഴിക്കുന്ന രാമൻ എന്തിൻ്റെ പ്രത്യേകമാണ്? നമുക്ക് സാമൂഹ്യ സമരസതയുടെയും സാമൂഹ്യ സമത്വത്തിൻ്റെയും ഒക്കെ ഒരു വലിയ ആശയ ആദർശം ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ള ആ ശബരിപീഠത്തെ എങ്ങനെയാണ് ഈ സർക്കാർ നോക്കിക്കാണുന്നത്? ആ ശബരിമലയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം. ഈ കേരളത്തിൽ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഇതിനൊക്കെ അന്ധവിശ്വാസവും അനാചാരവും ഒക്കെ മുദ്രകുത്തി അതിനെയെല്ലാം ചവിട്ടി മെതിച്ച് പിച്ചി ചീന്തി കളഞ്ഞ് ജനങ്ങളൊക്കെ മനസ്സിലേക്ക് ഒരിക്കൽ പോലും അതിൻ്റെ ഒരംശം പോലും കടന്നു ചെല്ലാതിരിക്കാൻ അങ്ങേറ്റം അതീവ ജാഗ്രത പുലർത്തുന്ന സർക്കാരുകളാണ് കേരളത്തിലുണ്ടായിരുന്നത്. ഇടതുപക്ഷ വിപ്ലവ ചിന്താഗതിക്കാരും ബുദ്ധിജീവികളും ചരിത്രകാരന്മാരുമാണ് നമുക്ക് കേരളത്തിലുണ്ടായിരുന്നത്. അവരിതിനെയെല്ലാം തമസ്കരിക്കുകയാണ് ചെയ്തത്. വാസ്തവത്തിൽ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള എത്രയോ സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ അങ്ങേയറ്റത്തെ അഭിമാനകരമായ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പക്ഷെ അതേക്കുറിച്ചൊന്നും പഠിക്കാൻ, മനസ്സിലാക്കാൻ ഇവിടുത്തെ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല, ഗവൺമെൻറ് ഗവേഷണ വിഭാഗം തയ്യാറായിട്ടില്ല, ഇവിടുത്തെ യൂണിവേഴ്സിറ്റികൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക വിഭാഗങ്ങളെ പോലും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല.